ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി ആൻഡ് ഡെയിലി മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങളായിട്ട് ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസിൽ കിടന്ന് സ്ട്രഗിൾ ആയതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ എന്തുകൊണ്ട് വീഡിയോ വന്നിട്ടില്ല, അത് ലെവൽസ് ഒന്നും കിട്ടുന്നില്ല, കാര്യങ്ങൾ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റുന്നില്ല, അതൊക്കെ പലരും മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇങ്ങനൊരു റീസൺ ഉള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ഇന്നൊരു ഫ്രീ ടൈം കിട്ടി. ഇപ്പം നമുക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ട് നാളത്തേക്കുള്ള ലെവൽസും കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്നും ഒരു വീക്കിലി സ്ട്രക്ചർ എന്തൊക്കെയാണെന്നും അത് വെച്ച് നമുക്ക് ഈ ഡെയിലിയുള്ള തിങ്കളാഴ്ച നാളത്തേക്കുള്ള മൺഡേയിലുള്ള ഒരു ലെവൽ ട്രേഡിങ്ങിന് എന്തൊക്കെ ലെവൽസ് നോക്കണമെന്നൊക്കെ ഉള്ള ഒരു വിശദമായിട്ടൊരു വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. സോ നമുക്ക് ആദ്യത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക്, കഴിഞ്ഞ ആഴ്ച നടന്ന ഔട്ട്ലുക്കിന്റെ ഒരു ഗ്ലിംസിലേക്ക് പോകാനും പിന്നെ അതിനുശേഷം വരുന്ന പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള മാർക്കറ്റ് ലെവലിലെ സ്ട്രക്ചറിനെ കുറിച്ചും നോക്കാവുന്നതാണ്. സോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പം വന്ന GST കളക്ഷൻസ് വളരെയധികം നല്ല പോസിറ്റീവായ രീതിയിൽ പോകുന്നുണ്ട്. അത് ആക്ച്വലി ഒരു സ്ട്രോങ് ഒരു ടാക്സ് പിരിക്കുന്നതല്ലേ സ്ട്രോങ് ആയിട്ട്, അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റാണ് മാർക്കറ്റിന് കൃത്യമായിട്ട് തരുന്നത്. രണ്ടാമത്തെ കാര്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻഡിലേക്ക് ആഫ്റ്റർ ഈസിങ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ഒക്കെ നോക്കാനും പകരം നമുക്ക് പലയിടത്തും പറയുന്നു മൺസൂൺ കുറവാണ്, എൽനിനോ എഫക്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കൊണ്ട്, പക്ഷേ ഇപ്പം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം മുംബൈയിലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള റെയിൻ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർണാടകത്തിന്റെ നോർത്തേൺ ഭാഗത്തിലേക്ക് നല്ല രീതിയിലുള്ള ഹെവി റെയിൻഫാൾസും ഉണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എൽനിനോ എഫക്റ്റ് അത്രയ്ക്കൊരു എഫക്റ്റ് ആയിട്ട് രീതിയിൽ വരുന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പം പ്രതീക്ഷയില്ല. അറിയാലോ, എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ കയ്യിലായതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്, ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീലിന്റെ ഒരു ട്രാക്ഷൻ ഇപ്പൊ മാർക്കറ്റ് കിടപ്പുന്നുണ്ട്. അപ്പം ഇന്നലെ സെർജിയോ ഗോർ, നമ്മളെ അംബാസിഡർ ടു ഇന്ത്യ, പറഞ്ഞു നമ്മളെ ട്രേഡ് ഡീൽ ഉടനെ സൈൻ ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ആ ട്രേഡിൽ വളരെയധികം പ്രോഗ്രസീവായിട്ട് പോകുന്നുണ്ട്, ഉടനെ ഒരു സൈനിങ് നടക്കും, അല്ലെങ്കിൽ അത് ഒരു പോസിറ്റീവ് ന്യൂസ് നല്ല രീതിയിൽ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ വരുമെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നതുകൊണ്ട് ആ ഒരു ട്രേഡ് ഡീൽ ഇങ്ങനെ ന്യൂസ് കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ പൊതുവെ ബാങ്കിങ് ആൻഡ് ഡിഫൻസ് സെക്ടറിൽ ഒരു ബൈയിങ് മൂവ്മെന്റ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ഈ വരാൻ പോകുന്ന ജൂലൈ മാസം, ഈ നടക്കുന്ന ജൂലൈ മാസം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ, റിസൾട്ട് മാസമാണ്. അപ്പൊ ഈ റിസൾട്ട് മാസത്തിൽ പറയുമ്പോൾ അടുത്ത ആഴ്ച തൊട്ട് Q1 റിസൾട്ട്സുകൾ വരുന്നു, TCSന്റെ വരുന്നുണ്ട്, ഇൻഫോസിസ്, അങ്ങനെ റിസൾട്ടുകൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ പൊതുവെ അതെല്ലാം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റിനെ കൃത്യമായിട്ട് രീതിയിലേക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെല്ലാം വരുമ്പോൾ പൊതുവേ മാർക്കറ്റിന്റെ ഒരു ട്രാക്ഷൻ കൃത്യമായിട്ടൊരു നമുക്ക് കിട്ടും. റേഞ്ച് ബ്രേക്ക് ചെയ്യുമോ, റേഞ്ച് ബ്രേക്ക് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഇതാണ് ഒരു ഓവറോൾ കഴിഞ്ഞു പോയ വീക്കിലും കൃത്യമായി പറയുന്നത്. പിന്നെ ഒരു ഗ്ലോബൽ മൊമെന്റത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് ഡീൽ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. രണ്ടാമത്, ക്രൂഡ് പ്രൈസ് ഇപ്പോൾ ഒരു സെൻസിറ്റീവായ രീതിയിൽ ഒരു പക്ക നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്കാണ് ഈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഒരു റേഞ്ച്, ഒരു ഡൗൺവേർഡ് ഹെവി സെല്ലിംഗ് തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ ഒരു ബാലൻസ് മോഡിലേക്ക്, ക്രൂഡ് ഓയിൽ ഒരു സ്റ്റെബിലിറ്റി മോഡിലേക്ക് മാറുന്നതായിട്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഫെഡറൽ റിസർവിന്റെ FOMC മീറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കെവിൻ വാർഷ് പറഞ്ഞിരിക്കുന്നതാണ് 2% ഇൻഫ്ലേഷൻ റേറ്റ് വന്നാൽ മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കെവിൻ വാർഷും ജെറോമി പവലിന്റെ ആ ഒരു പാതയിലേക്ക് വരുന്നോ ഇല്ലേ എന്ന് നമുക്ക് ഈ വരുന്ന ഫെഡറൽ റിസർവിന്റെ FOMC മീറ്റിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഇന്ത്യ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ, IIP ഡേറ്റ വരുന്നുണ്ട്, നമ്മളെ CPI ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ബാക്കി വരുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് വരുന്നുണ്ട്, അതായത് ഇൻഫോസിസ് അങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ ഏർണിംഗ്സ് വരുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം നെക്സ്റ്റ് വീക്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഓവറാൾ ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും മാർക്കറ്റിന്റെ ഒരു മൊമെന്റും കൃത്യമായി നടക്കുന്നത്. ഇതാണ് ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ സംഭവിച്ച ന്യൂസുകളും വരാൻ പോകുന്ന ആഴ്ചയിലെ ഇമ്പോർട്ടന്റ് ന്യൂസ്. ഫോർ എക്സാമ്പിൾ, നമ്മളെ വീക്കിലി ട്രേഡ് ബാലൻസ് വരുന്നുണ്ട്, USന്റെ ISM മാനുഫാക്ചറിംഗ് ഡേറ്റ വരുന്നുണ്ട്, ഹോം സെയിൽസ് വരുന്നുണ്ട്, ട്രേഡ് ബാലൻസ് ഡേറ്റ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും US മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതെല്ലാം എന്തിനെ ബാധിക്കും? കെവിൻ വാർഷ് കൊടുക്കുന്ന വാക്കുകൾ, ഉരിയാടുന്ന വാക്കുകളൊക്കെ ഇതിനെല്ലാം ബേസ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ മാർക്കറ്റ് പോകുമെന്ന് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ലൈവ് മാർക്കറ്റിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു ഓവറോൾ സ്ട്രക്ചറിൽ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസുകളും ഈ ആഴ്ച സംഭവിക്കാൻ പോകുന്ന മാർക്കറ്റിൽ വരുന്ന ഡേറ്റയെ കുറിച്ചുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഈ ഒരു റേഞ്ച് എങ്ങനെ പൊട്ടാതെ 24,700 ഇടയ്ക്കും 14,700 ഇടയ്ക്കും 14,400 ഇടയ്ക്കുള്ള റേഞ്ചിൽ കിടന്നാണ് മിഡ് ക്യാപ്പ് കിടന്ന് കളിക്കുന്നത്. മിഡ് ക്യാപ്പ് മുകളിലോട്ട് പൊട്ടുന്നുമില്ല, താഴോട്ട് പൊട്ടുന്നുമില്ല. ഇതിനകത്ത് കിടന്ന് ആൾക്കാരുടെ പ്രീമിയത്തിനെ ഈറ്റ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി 14,400 പൊട്ടിയാൽ മാത്രമേ ഒരു 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 പൊട്ടൻഷ്യൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അത് 14,000 ഭാഗത്തേക്ക് വരാം. ഇല്ല 14,700 പൊട്ടുകയാണെങ്കിൽ പൊട്ടൻഷ്യലായ ഒരു ബൈനെ കുറിച്ച് ചിന്തിക്കുക. അത് 15,000 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിനെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് ഒരു വീക്കിലി സ്ട്രക്ചറിൽ എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ വീക്കിന്റെ നോക്കുമ്പോൾ നിങ്ങൾ മിഡ് ക്യാപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വീക്കിൽ നോക്കുകയാണെങ്കിൽ വീക്ക് മിഡ് ക്യാപ്പ് ഒരു പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ഒരു ബാലൻസ് ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഞാനിത് 15 ജൂൺ തൊട്ട് കഴിഞ്ഞു പോയ ആഴ്ച വരെ മിഡ് ക്യാപ്പ് പെർഫെക്റ്റ് റേഞ്ച് ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം 14,450നും 14,620 ഇടയ്ക്ക് തന്നെ ഇടയ്ക്കൊരു മുകളിൽ പോവും, താഴേക്ക് പൊട്ടുന്നല്ലാതെ ഒരു 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 1 TPO അല്ലെങ്കിൽ 2 TPO അതായത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 അവറിന്റെ ക്യാൻഡിൽ അവനെ സംബന്ധിച്ച് ഈ 14,450 താഴെ നിൽക്കുന്നില്ല, 14,620 മുകളിൽ അവൻ നിൽക്കുന്നില്ല. ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്താണ് മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് വീക്ക് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയല്ല 15 ജൂൺ തൊട്ട് മിഡ് ക്യാപ്പ് ഒരു ബാലൻസ് വീക്ക് തന്നെയാണ് കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. സോ 14,700 മുകളിൽ ബൈയെ കുറിച്ച് ചിന്തിക്കാം, ഒരു ബ്രേക്ക്ഔട്ട് ബൈയെ കുറിച്ച് ചിന്തിക്കാം, സസ്റ്റൈനബിലിറ്റി ഉണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട് ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഇല്ല 14,400 പൊട്ടയാണെങ്കിൽ സസ്റ്റൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ 14,000 ഭാഗത്തേക്ക് 14,100 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് എത്താനുള്ള ചാൻസ് ഒരു വീക്കിലി സ്ട്രക്ചറിൽ വളരെയധികം പോസിബിൾ ആണ്. ഇപ്പൊ ഈ കഴിഞ്ഞു പോയ വീക്കിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ട് മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. POC വന്നിരിക്കുന്നത് 14,564 ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത്. അപ്പൊ POC അല്ലെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ POC 14,564 ഭാഗത്തേക്കാണ് POC വന്നത്. 14,564 ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത്. ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബൈ എടുക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും കൊടുത്ത സെയിം ലെവലാണ്. 14,630 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 14,688, സെക്കൻഡ് ടാർഗറ്റ് 14,728, തേർഡ് ടാർഗറ്റ് 14,780. ഇനി ഞാൻ പറഞ്ഞു 14,450 പൊട്ടാണെങ്കിൽ 14,400ഉം അതിന് താഴെ 340ഉം 14,796 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഒരു ഓവറോൾ ഒരു സ്ട്രക്ചർ. ഇപ്പം ഫസ്റ്റ് വീക്കിലി പറഞ്ഞു കഴിഞ്ഞ 3 ആഴ്ചയായി മിഡ് ക്യാപ്പ് ഒരു ബാലൻസ് നിൽക്കുന്നുണ്ട്. ഇത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ലെവൽ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ട ലെവൽസ് ആണ്. അപ്പം ഇത് മിഡ് ക്യാപ്പിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ആണ്. ഓവറോൾ 14,700നും 14,400നും ഇടയ്ക്കുള്ള 300 പോയിന്റിനകത്താണ് മിഡ് ക്യാപ്പ് കിടന്ന് കളിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നോക്കാം. സോ കഴിഞ്ഞ ആഴ്ചയിലും ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക പറയുകയാണെങ്കിൽ മൺഡേ ഒരു ചെറിയൊരു മൺഡേ, ഇത് നമ്മളെ മൺഡേയുടെ പ്രൊഫൈല് താഴേക്ക് ഇറങ്ങി ന്യൂട്രൽ വീക്ക് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി കൃത്യമായി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ വീക്കാണ്. മിഡ് ക്യാപ്പിനെ പോലെ അവനും ബാലൻസിലാണ്. 58,500നും 57,000 ഇടയ്ക്കുള്ള ഒരു 1,600 പോയിന്റിനകത്തുള്ള 1,500 പോയിന്റിനകത്ത് പെർഫെക്റ്റ്ലി ഒരു ബാലൻസിലാണ് ആര് നിൽക്കുന്നത്? ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബാലൻസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ആണ് പൊതുവെ കാണുന്നത്. 58,300 മുകളിൽ അവനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാം, 57,300 താഴെ സെല്ലിനെ കുറിച്ച് ചിന്തിക്കാം. ചുരുക്കി പറഞ്ഞാൽ 1000 പോയിന്റിന്റെ സ്ട്രക്ചറിലേക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റേഞ്ച് കുറഞ്ഞു വരികയാണ്. സോ 58,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 59,300 മുകളിൽ ഭാഗത്തേക്ക് പോകാനും 57,300 പൊട്ടയാണെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങൾ കണ്ട 56,000 വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും വളരെയധികം കൂടുതലാണ്. കുറെ ഫില്ലിങ് കിടപ്പുണ്ട്. പഴയ 12 ജൂണിന് വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാർക്കറ്റ് നല്ല ഷടേന്ന് കയറിപ്പോയി. അവിടെ ഇറാന്റെ അമേരിക്കൻ പീസ് ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ ഒരു കയറ്റത്തിലാണ് ഇതെല്ലാം കയറി സ്ട്രക്ചറും പോയത്. മാർക്കറ്റ് ഇപ്പൊ അങ്ങനെയാണ് മൂവ് ചെയ്യണം. ഒരു സ്ട്രക്ചർ തരും, ഒരു ബ്രേക്ക് വരും, പിന്നെ വീണ്ടും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ബ്രേക്ക്. അങ്ങനത്തെ ഒരു രീതിയിലാണ് മാർക്കറ്റ് ഇപ്പം കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പെട്ട് ചുഴലിക്കാറ്റിൽ പെട്ട് ചുഴറ്റി അടിക്കാനു പകരം നമ്മൾ ഒന്ന് മാറി നിന്ന് എപ്പോൾ കയറാം എപ്പോൾ ഇറങ്ങാം എന്ന് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് പ്രോഫിറ്റബിലിറ്റി രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ ഒരു ഡൗൺ ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. POC വന്നേക്കുന്നത് 57,964 ഭാഗത്തേക്കാണ് POC. 57,964 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC 57,964 ഭാഗത്തേക്ക് ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്.
നമുക്കിനി ബൈ ഞാൻ പറഞ്ഞു 58,350 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 58,350 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? ഫസ്റ്റ് ഈ 468 ഭാഗത്ത്, അതായത് 58,458 ഭാഗത്തേക്ക് വരാം. അതിന്റെ മുകളിൽ നിൽക്കണമെങ്കിൽ 58,664 വാല്യൂ ഏരിയ ഹൈ ആ ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ നിൽക്കണമെങ്കിൽ 58,800 ഭാഗത്തേക്ക് 58,818 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അപ്വേർഡ് ലെവലായിട്ട് പറയാനുള്ളത്. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 57,700 പൊട്ടയാണെങ്കിൽ ഞാൻ സെല്ലിംഗ് എടുക്കും. ഫസ്റ്റ് ടാർഗറ്റ് 57,562, സെക്കൻഡ് 57,400, തേർഡ് 57,220 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചറിൽ എനിക്ക് പറയാനുള്ള ഒരു റേഞ്ച് ആയിട്ട് കൃത്യമായിട്ട് എടുക്കുന്നത്. സോ മിഡ് ക്യാപ്പ് 14,700, 14,400 നിന്നതുപോലെ ബാങ്ക് നിഫ്റ്റി 58,500, 57,000 എന്ന് പറഞ്ഞാൽ ഈ 1,500 പോയിന്റ് ഒക്കെ നിൽക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വീക്കിലെ റേഞ്ച് എന്തായി? 58,300, 57,300 എന്ന് പറഞ്ഞാൽ 1000 പോയിന്റിനകത്തേക്ക് മാറി. സോ റേഞ്ച് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുന്നത് ഒരു ബ്രേക്കബിൾ മൂവിന്റെ വളരെയധികം ഇമ്പോർട്ടൻസ് വരും. മാർക്കറ്റ് എങ്ങോട്ട് പോകണം മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ എന്താണ് റിസൾട്ട് വരെയല്ലേ നമ്മുടെ HDFC ബാങ്ക്, ICICI ബാങ്കിന്റെ റിസൾട്ട് വരുന്നുണ്ട്. പൊതുവെ എന്താണ് മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചറിൽ പറയാനുള്ള ഒരു ലെവൽ ട്രേഡിംഗിന്റെ കാര്യം. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ നോക്കാം. നമുക്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അതായത് കഴിഞ്ഞ തേഴ്സ്ഡേ വന്ന 24,264 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിന് മുകളിലാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്നലെ ഗ്യാപ്പ് ചെയ്തു മിനിയാണ്. പക്ഷേ അതിന്റെ ആ ഭാഗത്ത് തിരിച്ചെത്തി അവിടെ ആ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വീക്ക്ലി സ്ട്രക്ചർ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കായിട്ടാണ് നിൽക്കുന്നത്. വിത്ത് POC 23,946 ഭാഗത്തേക്കാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ 24,218 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഈ ഗ്യാപ്പും ഫില്ല് ചെയ്ത് ഈ വാല്യൂ ഏരിയ ലോ വരെ വരാനും, ഈ വാല്യൂ ഏരിയ ഹൈ വരെ വരാനും, ഈ വാല്യൂ ഏരിയ ഹൈ പൊട്ടുകയാണെങ്കിൽ എങ്ങോട്ട് വരാം? തിരിച്ചിറങ്ങി 23,946 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് ഒരു വീക്കിലി സ്ട്രക്ചർ. നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ പോലെയോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിനെ പോലെയോ ഒരു ബാലൻസ് അല്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ആയതുകൊണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങിയാൽ ഈ POC വരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ വേണമെങ്കിൽ വരാം. അതൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച എക്സ്പയറി ആയതുകൊണ്ട് വേണമെങ്കിൽ എക്സ്പയറി ഡേക്ക് പ്രത്യേകിച്ച് 24,111 എന്ന് പറഞ്ഞ ഭാഗം എക്സ്പയറി ഡേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 24,111 പൊട്ടിയാൽ 23,946 വരെ ഒരു എക്സ്പയറി ഡേ മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതും ആണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഓവറോൾ സ്ട്രക്ചറിൽ വീക്കിലി പറയേണ്ടത്. നമുക്കിനി നോക്കേണ്ടത് നിഫ്റ്റിയുടെ ഡെയിലി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,340 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ആ POC മാർക്ക് ചെയ്തു. ഇനി 24,218 കഴിഞ്ഞ വീക്കിന്റെ വാല്യൂ ഏരിയ ലോ ഞാനൊരു ബെയറിഷ് റെഫറൻസ് എടുത്തിട്ടുണ്ട്. 24,392 അതെന്താണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ ഏരിയ ഹൈ ഏത് ദിവസത്തെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ദിവസം ഏത് ദിവസത്തെയാണ് ഈ ഒരു 7th മെയ്യുടെ വാല്യൂ ഏരിയ ഹൈ 24,392 ഞാൻ ഹൈ ആയിട്ട് എടുത്തു. 24,218 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് വരും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,218 പൊട്ടിയാൽ 24,160 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 24,100 ഭാഗത്തേക്കും, അതിന് താഴെ 24,056.5 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടന്റ് വാല്യൂ വരും. ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറിപ്പോയത്. സോ 24,056 ഭാഗത്തേക്കും വരാം. 24,111 അത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അത് പൊട്ടിയാൽ അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ 23,946 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ ഡൗൺവേർഡ് ലെവലായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞു 24,392 പൊട്ടാനുള്ള മാർക്കറ്റ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു ഹൈ എത്രയാണ്? 24,450 ഭാഗത്തേക്ക് എത്രയാണ്? 24,450 ഭാഗത്ത് 24,450 ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് ഈ POC ഏത് ദിവസത്തെ POC ആണ്? നമ്മുടെ 21st ഏപ്രിലിലെ POC ആയ 24,524 മുകളിലും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അന്നത്തെ വാല്യൂ ഏരിയ ഹൈ ആയ 24,584 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് നിഫ്റ്റിയുടെ ഓവറോൾ സ്ട്രക്ചർ ആയിട്ട് പറയാനുള്ളത്. സോ കഴിഞ്ഞ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പ് ഒരു ബാലൻസ് മോഡിലാണ് നിന്നത്. നിഫ്റ്റി മാത്രമേ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഓപ്ഷൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സ് നമ്മൾ ഈ 24,111 എന്നൊരു ഏരിയ വളരെയധികം വാച്ച് ചെയ്ത് വെക്കുക. അതിനകത്ത് മാർക്കറ്റ് എൻ്റർ ആകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച എൻ്റർ ആകുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഹീറോ ടു സീറോ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തത് പണി കിട്ടാനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് എനിക്ക് ഈ പറയാനുള്ള ഓവറോൾ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള വീക്കിലി ആൻഡ് ഡെയിലി അനാലിസിസിലേക്ക്.
ഇനി ഒരു അറിയിപ്പല്ല, പലരും മെന്ററിങ്ങിനെ കുറിച്ച് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ബാച്ച് കഴിഞ്ഞ ആഴ്ച തുടങ്ങാത്ത ബാച്ച് ഡിലേഡ് ആക്കിയിട്ട് പുതിയൊരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റിലായിരിക്കും, ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ അതിൽ മെന്ററിംഗ് ബാച്ചിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സ്വിംഗ് ട്രേഡ്സുകൾ, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ്, ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, പിന്നെ ഇൻഡെക്സിൽ എടുക്കുന്ന ട്രേഡ്സുകൾ, ഇൻഡെക്സ് ഓപ്ഷൻസും എന്തെങ്കിലും വ്യൂസ് ഉള്ള ലൈവ് മാർക്കറ്റ് അനാലിസിസ് ആഴ്ചയിൽ 3 ദിവസം കാണും. ഡെയിലിയുള്ള ഇഒഡി അനാലിസിസ് കാണും, റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണും, വീക്കിലി ക്ലാസ്സുകളുണ്ട്. അങ്ങനെ അടങ്ങിയ ഒരു ഫുൾ പ്ലാക്ഡ് ആയിട്ടുള്ള ഒരു മെന്ററിംഗ് ബാച്ച് ആയിരിക്കും അത്. ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ നിന്ന് ബന്ധപ്പെടുക. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമന്റ് കൊടുക്കുക, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു മെസ്സേജ് അയക്കുക. പിന്നെ എന്താണ് നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. സോ എല്ലാവരും വീഡിയോ കാണുക. But take care. Happy weekend to all my trading friends and happy trading to all.